ക്രിക് ടോക്സ് വിത്ത് നമുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ IPL ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് മത്സരം. ഇപ്പൊ ബാംഗ്ലൂർ 3-ാം സ്ഥാനത്താണുള്ളത്, GT ആവട്ടെ 7-ാം സ്ഥാനത്തുമാണുള്ളത്. GTക്ക് ഇത് കുറച്ച് ക്രൂഷ്യൽ മത്സരമാണ്, അവർക്ക് വിജയിക്കണം. RCBക്കും വിജയിച്ചേ പറ്റൂ, കാരണം കഴിഞ്ഞ കളി അവർ പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. മത്സരം നടക്കുക ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, പ്രോബബിൾ ലൈനപ്പ്, ടീം ന്യൂസ് എന്നീ കാര്യങ്ങളൊന്നും വിശദമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാമല്ലോ, കളി നടക്കാൻ പോകുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. അപ്പോ ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് ഗെയിം ആണ്. അപ്പോ റൺസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സെയിം സർഫേസ് ആണ് CSKക്കെതിരെ DCക്കെതിരെ കളിച്ചെന്ന കാര്യം മറക്കുന്നില്ല. CSKക്കെതിരെ 250 റൺസ് എടുക്കുമ്പോൾ DCക്കെതിരെ അവർ 170 തന്നെ സാധിച്ചിട്ടുള്ളവരിക്കില്ല, 150 തന്നെ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് നൈറ്റ് ഗെയിം ആയിട്ട് തന്നെ കുറച്ചും കൂടി ബാറ്റിലേക്ക് പന്ത് വന്ന റൺസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മികച്ച റൺ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അർത്ഥം. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി ഇന്നൊരു 6 അടിച്ചാൽ 300 സിക്സിലേക്ക് എത്തും. അതേ ഇപ്പൊ കഴിഞ്ഞ 2 കളിയായിട്ട് അങ്ങനെയാണ്, 2 6 അടിച്ച് 300ലേക്ക് എത്തും, ഒരു 6 അടിച്ച് 300ലേക്ക് എത്തും. 300 ഇതുവരെ ആവുന്നില്ല. ഇന്നെങ്കിൽ ആവാൻ പറ്റുന്ന പ്രതീക്ഷയാണ് അവരുടെ ആരാധകരുള്ളത്. പിന്നെ സ്ട്രൈക്ക് റേറ്റ് ഓഫ് RCB 175 RCB മിഡിൽ ഓർഡറിൽ. GTക്ക് 135 മാത്രമേ ഉള്ളൂ. RCBയുടെ മിഡിൽ ഓർഡർ 34 സിക്സ് അടിക്കുമ്പോൾ GTയുടെ മിഡിൽ ഓർഡർ 8 സിക്സ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ 46 ഇന്നിംഗ്സിലാണ് 1928 റൺസ് സായ് സുദർശൻ എടുത്തത്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇന്ന് 2000 IPLിലേക്ക് എത്തിയാൽ അത് ഫാസ്റ്റസ്റ്റ് ബൈ ഇന്നിംഗ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഗേസ്കെയിലാണ് മുന്നിലുള്ള, അദ്ദേഹം 48 ഇന്നിംഗ്സിലാണ് 2000 റൺസിലേക്ക് എത്തിയത്. പിന്നെ റബാഡയുടെ കാര്യം, റബാഡ ഇപ്പൊ ജോയിന്റ് വിക്കറ്റ് ജോഫ്രെ ആർച്ചറാണ് ഈ പവർ പ്ലേ സീസണിൽ. അദ്ദേഹത്തിന് ഇപ്പോ 7 വിക്കറ്റ് ഉണ്ട്. ഇന്ന് അദ്ദേഹം വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആർച്ചറിനെ പാസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയങ്ങൾ വേണ്ട. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ടീം ന്യൂസിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ RCBയുടെ കാര്യത്തിൽ RCBക്ക് ഇപ്പോ വലിയ ചേഞ്ച് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ജേക്കബ് ബെത്തലിനെയും വെങ്കടേഷ് അയ്യരെയും ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജിതേഷ് ശർമ്മയും ഒമാരോ ഷെപ്പേർഡും പുറത്തിരിക്കും. GTയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ GTക്ക് ഇപ്പോ വലിയ ഇഞ്ചുറി കൺസേൺസും കാര്യങ്ങളൊന്നും GTക്കും ഇല്ല. പിന്നെ പറയേണ്ട കാര്യം എന്താ, ഫാസ്റ്റ് ബോളേഴ്സിന്റെ കാര്യം. 2 ടീമിനും മികച്ച ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, അശോക് ശർമ്മ, കാഗ്യസോ റബാഡ. മറുഭാഗത്ത് വന്നാൽ നമ്മുടെ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും അഭിനന്ദൻ സിംഗും ഒക്കെ മികച്ച രീതിയിൽ തന്നെയാണല്ലോ ഇപ്പൊ പന്തുവരനോടിയിരിക്കുന്നത്. ഇപ്പൊ 2 ടീമിനും മികച്ച ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. വിരാട് കോഹ്ലി യഥാർത്ഥത്തിൽ ഇപ്പൊ ആങ്കിൾ സ്റ്റെയിന് റിക്കവർ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം എല്ലാ മത്സരം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ മുഹമ്മദ് സിറാജ്, ഇന്ന് സിറാജ് കോഹ്ലി അതൊരു ഇമോഷണൽ ബാറ്റിലല്ലേ. കാരണം ഒരുപാട് കാലം കോഹ്ലിക്ക് കീഴിൽ കളിച്ച പ്ലെയർ ആണ് സിറാജ്. ഇന്ന് സിറാജ് കോഹ്ലിക്കെതിരെ ബോൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കൂടി ഓർക്കണം. പിന്നെ അടുത്ത കാര്യം, ഒരു പക്ഷേ RCB ഇന്നലെ റൊമാരോ ഷെപ്പേർഡിന് വരെ ജേക്കബ് ബെത്തൽ ഇറക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കൂടി പറയുന്നുണ്ട്. ബാലൻസിൽ വലിയ മാറ്റങ്ങൾ വരാനില്ല, കാരണം ബെത്തൽ പോയാലും ഷെപ്പേർഡ് പോയാലൊന്നും വലിയ മാറ്റങ്ങളില്ല. കാരണം ഷെപ്പേർഡ് ഇപ്പൊ ബോൾ കൊണ്ട് അത്ര വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പിന്നെ പ്രസിദ്ധ് കൃഷ്ണയുടെ കാര്യം വന്നാൽ അദ്ദേഹം റൺസ് വല്ലാണ്ട് ലീക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്ക് അങ്ങനെ 2 ടീമിന് ഒരു പ്രോബബിൾ ലൈനപ്പിലേക്ക് പോകാം. RCBക്ക് വേണ്ടിയിട്ട് ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും കൂടി ഓപ്പൺ ചെയ്യും. DDP നമ്പർ 3 കളിച്ചാൽ നമ്പർ 4 രജത് പട്ടിദാർ, നമ്പർ 5 എം ഡേവിഡ് കളിക്കുമ്പോൾ നമ്പർ 6 ജിതേഷ് ശർമ്മ ഓർ വെങ്കടേഷ് അയ്യർ വരും. നമ്പർ 7 ഒമാരോ ഷെപ്പേർഡ് ഓർ ജേക്കബ് ബെത്തൽ. നമ്പർ 8 കൃണാൽ പാണ്ഡ്യ വരുമ്പോൾ നമ്പർ 9 ഭുവനേശ്വർ കുമാർ, നമ്പർ 10 സുരേഷ് ശർമ്മ, നമ്പർ 11 ജോഷ് ഹേസൽവുഡ്, നമ്പർ 12 ഇമ്പാക്ട് റാസിഖ് ദാർ. ഞാൻ പറയാൻ വിട്ട പേരാണ് റാസിഖ് ദാർ. പിന്നെ GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓപ്പണിംഗ് ശുഭ്മാൻ ഗില്ലും സായ് സുദർശൻ കഴിഞ്ഞാൽ നമ്പർ 3 ജോസ് കളിക്കും, ജോസ് പട്ടേൽ കളിക്കും. നമ്പർ 4 വാഷിംഗ്ടൺ സുന്ദർ, നമ്പർ 5 ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ പിന്നെ കുമാർ കുശാഗ്ര വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 6 ഒരു പക്ഷെ അവർ ഇന്ന് ജെയ്സൺ ഓൾഡറെ കളിപ്പിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പറക്കും ഫിലിപ്സ് പുറത്തിരിക്കും. അപ്പൊ നമ്പർ 6 ജെയ്സൺ ഓൾഡർ ഓർ ഗ്ലെൻ ഫിലിപ്സ് വരുമ്പോൾ നമ്പർ 7 രാഹുൽ തെവാട്ടെ, നമ്പർ 8 റാഷിദ് ഖാൻ, നമ്പർ 9 കാഗ്യസോ റബാഡ, നമ്പർ 10 മുഹമ്മദ് സിറാജും, നമ്പർ 7 പ്രസിദ്ധ് കൃഷ്ണയും, നമ്പർ 12 അശോക് ശർമ്മയും. എന്തായാലും നല്ലൊരു മത്സരം തന്നെ കാണാനാകും പ്രതീക്ഷ ആരാധകരുള്ളത്. ഈ മത്സരത്തിൽ
ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.